അധ്യായം 12. സ്റ്റാർഡം മീഡിയ. പിറ്റേന്ന് രാവിലെ മുത്തശ്ശിയെ തറവാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്ത ശേഷം നീലിമ അശ്വിനെയും കൂട്ടി എയർപോർട്ടിലേക്ക് പോയി. അവൾക്ക് പക്ഷെ ബോഡി പാസ് കിട്ടിയില്ല. അവൾ അതിനായി ഏറെ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അവിടേക്ക് അഞ്ജലി വരുന്നത്. അവളെ കണ്ടതും അവിടെ നിന്നും മാറിയിരിക്കാൻ നീലിമ ശ്രമിച്ചു. ചേച്ചി ഇവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുവാണോ? കൊള്ളാം, ഞങ്ങൾ അതിന് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? അഞ്ജലി ചോദിച്ചു. അത് കേട്ട നീലിമയ്ക്ക് അവൾ തന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി മനഃപൂർവ്വം അവിടേക്ക് വന്നതായി തോന്നി. ദേഷ്യത്തിൽ അവൾ അഞ്ജലിയെ നോക്കി. നിനക്കൊക്കെ എന്താണ് വേണ്ടത്? നീ എന്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? നീലിമ ചോദിച്ചു. ചേച്ചി ചൂടാവാതെ. ഇപ്പൊ ജസ്റ്റ് ഒരു യാത്ര മാറ്റിവെക്കേണ്ട കാര്യമുള്ളൂ. അധികം ഷോയർക്കാം പിന്നെ നീ ജീവിതത്തിൽ ഓസ്ട്രേലിയ കാണില്ല. അഞ്ജലി പറഞ്ഞു. എന്റെ യാത്ര മുടക്കാൻ നിനക്കൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീലിമ ചോദിച്ചു. ഇവിടുത്തെ ഒരു ഓഫീസർ ആദ്യയുടെ ബന്ധുവാണ്. സോ ഞങ്ങൾ വിചാരിക്കാതെ നിനക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അഞ്ജലി പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ആകെ ദേഷ്യം വന്നു. ഓ പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ച എന്റെ യാത്ര മുടങ്ങില്ലേ? പോയ നീലിമ പറഞ്ഞു. ഞാൻ നിന്നോടൊക്കെ ഇതിന് മാത്രം എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നീലിമ സഹിക്കെട്ട് ചോദിച്ചു. അതെ, നിങ്ങൾ നിന്നോട് എവറസ്റ്റിലൊന്നും കയറാൻ പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ആ സുധാകരനെ കല്യാണം കഴിച്ച എല്ലാ പ്രശ്നവും തീരും. പിന്നെ അല്ലെങ്കിൽ നീ തിരിച്ചു പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അച്ഛൻ ഓസ്ട്രേലിയയിലെ ആ വീട് ആർക്കും വിറ്റു. നീ ഇനി പോയാലും തെരുവിൽ കിടക്കേണ്ടി വരും ഈ തന്തയില്ലാത്ത ചെക്കനെയും കൊണ്ട്. അഞ്ജലി പറയുന്നത് കേട്ടു. നീലിമ അവളെ വെപ്രാളത്തോടെ നോക്കി. എന്താണ് നോക്കുന്നത്? അഞ്ജലി ചോദിച്ചു. നീലിമ മറുപടി പറഞ്ഞില്ല. അവളെന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട അഞ്ജലി അവളുടെ പാസ്പോർട്ട് അടങ്ങിയ ബാഗ് പിടിച്ചു വാങ്ങി. നീലിമയ്ക്ക് തടയാൻ സാധിക്കുന്നതിന് മുമ്പേ അവളത് കയറി കഷ്ണങ്ങളാക്കി വലിച്ചെറിഞ്ഞു. നീലിമ സ്തംഭിച്ചു നിന്നുപോയി. അങ്ങനെ ഒരു പ്രവൃത്തി അഞ്ജലി ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളൊരു ഭ്രാന്തിയെ പോലെ അലറിക്കൊണ്ട് അഞ്ജലിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിയെത്തി അവർ ഇരുവരെയും പിടിച്ചു മാറ്റി. നീലിമ പറയുന്നതൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ല. എത്രയും പെട്ടെന്ന് രണ്ടുപേരും പുറത്തു പോകണമെന്ന് അവർ പറഞ്ഞു. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കരഞ്ഞു തളർന്ന് താഴെയിരുന്നു. അഞ്ജലി ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണ്. ഓസ്ട്രേലിയയിലേക്ക് ഇനി തനിക്ക് ഉടനെ തിരികെ പോകാൻ സാധിക്കില്ല എന്ന് അവൾക്കറിയാം. അച്ഛനും കൂട്ടരും എന്നെയും അതിനെയും ഏതു വിധത്തിലും ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ അശ്വിനെയും കൂട്ടി സുരക്ഷിതമായി എവിടേക്കെങ്കിലും മാറണമെന്ന് അവൾക്ക് തോന്നി. അഞ്ജലി നീലിമയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ശാന്തതയോടെ പറഞ്ഞു. എന്തെത്ര ആലോചിക്കാൻ? ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കാം. ആ സുധാകരനെ കല്യാണം കഴിക്കും. ചേച്ചി കരുതും പോലെ അയാളത്ര പ്രശ്നക്കാരനൊന്നല്ല. അഞ്ജലി, നീ ഇതിനൊക്കെ അനുഭവിക്കും. നീലിമ ഗദ്ഗതത്തോടെ പറഞ്ഞു. ദേ ചേച്ചി, ഞാൻ എന്തനുഭവിക്കാനാണ്? ഞാൻ ചേച്ചിയെ പോലെ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടിയെ കൊണ്ട് നടക്കുന്നതല്ല. അങ്ങനെയുള്ള ചേച്ചി കെട്ടാൻ ആ സുധാകരൻ സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. അശ്വിൻ ഇതെല്ലാം കേട്ട് നിഷ്കളങ്കമായി നീലിമയെ നോക്കി നിൽക്കുകയാണ്. അവൾക്ക് അവന്റെ നോട്ടം കണ്ടപ്പോൾ സങ്കടം തോന്നി. അച്ഛനില്ലാത്ത കുട്ടിയെന്ന് അഞ്ജലി വിളിച്ചത് അശ്വിൻ ശ്രദ്ധിച്ചു കാണുമോ എന്ന് നീലിമയ്ക്ക് ഭയം തോന്നി. അഞ്ജലി, നീ പാസ്പോർട്ട് നശിപ്പിച്ചത് വരെ ഞാൻ ക്ഷമിച്ചെന്ന് വരും. പക്ഷെ നീ ഒരു വട്ടം കൂടി എന്റെ മോളിൽ എന്തെങ്കിലും പറഞ്ഞ അടിച്ചതിന്റെ കാരണം ഞാൻ കുടിക്കും. നീലിമ ഭാഷയോട് പറഞ്ഞു. അത് കേട്ട് അഞ്ജലി നീലിമയിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നീലിമ തല്ലുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അത് പോട്ടെ, ചേച്ചി നന്നായി ജീവിക്കണമെന്ന് എനിക്കുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. അഞ്ജലി പറഞ്ഞു. അഞ്ജലി, നീ ഇത്രയും തരം താഴ്ന്ന പെണ്ണോടെന്ന് അറിഞ്ഞാൽ ആദ്യം നിന്റെ കൂടെ നിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ? ചേച്ചി ഇതിന് ആവശ്യമില്ലാതെ ആദ്യം ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അല്ല, ആദ്യം സത്യം പറഞ്ഞാൽ നിന്റെ ഗതി എന്താകുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നീലിമ പറഞ്ഞു. അത് കേട്ട് അഞ്ജലിക്ക് പേടി തോന്നി. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അശ്വിനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൾ അവിടെ നിന്നും പോയി. എന്താ അമ്മ ആ ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞത്? അശ്വിൻ ചോദിച്ചു. ആ ആന്റിക്ക് പ്രാന്ത മോനെ. നീലിമ അശ്വിനെ എടുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ മനസ്സിലപ്പോൾ ഇനി അമ്മയും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകുന്നത് ചിന്തയായിരുന്നു. ഒന്നൊരു ദിവസം നീലിമ അമ്മയും കൊണ്ട് ഒരു ചെറിയ ഹോട്ടലിൽ താമസിച്ചു. അവൾക്ക് പോകാൻ വേറെ ഒരു സ്ഥലവും ഇല്ലായിരുന്നു. പിന്നീട് ഒരു വാടക വീടെടുത്തു. നീലിമ അശ്വിനൊപ്പം അവിടേക്ക് മാറി. ചെറിയ വീടായിരുന്നു അത്. പുതിയ വീട് കണ്ടപ്പോൾ അശ്വിൻ നീലിമയോട് പറഞ്ഞു. അമ്മ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമുക്ക് ഡാഡിയുടെ വീട്ടിലോട്ട് പോകാം. നീലിമ വീടിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് അവനെ അവിടെ ഒരു കസേരയിൽ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു. അച്ഛൻ, അമ്മ എത്ര തവണയായി പറയുന്നു, സിദ്ധാർത്ഥ് സാർ അല്ല അച്ഛന്റെ ഡാഡി. നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കരുത്. നീലിമ പറഞ്ഞത് കേട്ടു അശ്വിൻ മുഖം താഴ്ത്തി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ അവനെ എടുത്ത് തന്നോട് ചേർത്തു. എന്നിട്ട് പറഞ്ഞു. മോനിന്റെ ഡാഡി എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല. എന്നെങ്കിലും അമ്മ മോളുടെ ഡാഡിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതുവരെ മോളിനെ ക്ഷമിക്കണം. സിദ്ധാർത്ഥ സാറിനെ മോളിനെ ഡാഡിയെന്ന് വിളിക്കരുത്. നീലിമ പറഞ്ഞു. അപ്പോ ഡാഡിയുള്ള സ്ഥലം അമ്മയ്ക്ക് അറിയില്ലേ? അശ്വിൻ നിഷ്കളങ്കമായി ചോദിച്ചു. അതിന് എന്ത് മറുപടി പറയണമെന്ന് നീലിമയ്ക്ക് അറിയില്ലായിരുന്നു. അശ്വിന് വീണ്ടും എന്തൊക്കെയോ ചോദിക്കണമെന്ന് തോന്നി. എങ്കിലും അവൻ അമ്മയെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. നീലിമയുടെ മുഖം വാടിയത് കണ്ട് അശ്വിൻ അവളുടെ കവിളിൽ തടവിക്കൊണ്ട് പറഞ്ഞു. സാരല്ല അമ്മ, അമ്മയ്ക്ക് അച്ചുട്ടനില്ലേ? അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കുഞ്ഞ് തന്നെ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്നവൾ ആലോചിച്ചു. അശ്വിനെ ചേർത്ത് പിടിച്ച് നീലിമ അവന്റെ കവിളിൽ ഉമ്മ വെച്ചു.
അശ്വിൻ അവളുടെ മടിയിൽ കിടന്നു വൈകാതെ മയങ്ങിപ്പോയി. അവൻ ഉറങ്ങിക്കഴിഞ്ഞു. നീലിമ ലാപ്ടോപ്പ് എടുത്തു നിർത്തി ചില കൺസൾട്ടൻസി സൈറ്റുകൾ തുറന്നു ഒരു ജോലി കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി. തൽക്കാലം പിടിച്ചു നിൽക്കാനായി അവൾക്ക് ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അശ്വിനെ നന്നായി നോക്കണം, അതിന് പണം വേണം. ആദ്യം ഒരു ജോലിയാണ് ആവശ്യം. ഓസ്ട്രേലിയയിലേക്ക് ഉടനെ മടങ്ങിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അഥവാ പോയാലും അവിടെ ഒരു പുതിയ വീടൊക്കെ കണ്ടെത്താനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സുഹൃത്തുക്കളെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. തൽക്കാലം നാട്ടിൽ നിന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാമെന്ന് നീലിമ കണക്കുകൂട്ടി. അശ്വിന് ഒരു ബുദ്ധിമുട്ടും വരരുത്, അത്രമാത്രമേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. വിദേശത്ത് പലവിധ ജോലികൾ ചെയ്തിരുന്ന അവൾ അവസാനം ഒരു എന്റർടൈൻമെന്റ് മീഡിയയിലായിരുന്നു അവൾ ജോലി ചെയ്തിരുന്നത്. അതിന്റെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവൾക്ക് ആ ഫീൽഡിൽ ജോലി കിട്ടാൻ പാടുണ്ടാവില്ല. നീലിമ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഒഴിവ് കാണുന്ന എല്ലായിടത്തും അവൾ ജോലിക്ക് അപേക്ഷിച്ചു. സാധാരണ ഓസ്ട്രേലിയ പോലുള്ള നഗരത്തിൽ മീഡിയ ഫീൽഡിൽ ജോലി ചെയ്ത ഒരാളെ ഉറപ്പായും ആ ഫീൽഡിലുള്ള ഇന്ത്യൻ കമ്പനികൾ എടുക്കേണ്ടതാണോ? പക്ഷെ നീലിമയുടെ കാര്യത്തിൽ അത് അങ്ങനെയല്ല സംഭവിച്ചത്. ഇതെന്താ ഒരാളും വിളിക്കാത്തത്? നീലിമ മേലിൽ നോക്കി. ഇനി അച്ഛനെങ്ങാനും ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ടോ? നീലിമ സ്വയം ചോദിച്ചു. ഇല്ല, അച്ഛൻ അത്രമാത്രം പരിപാടിയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോഴാണ് അവൾക്ക് ആദിയുടെ കാര്യം ഓർമ്മ വന്നത്. ആദിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. പോരാത്തതിന് അവന്റെ കുടുംബത്തിന് നല്ല സാമ്പത്തിക സ്ഥിതിയുമുണ്ട്. ആദിയാവും ഈ കാര്യത്തിൽ ഇടപെടുന്നത്. പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നത് വരെ തടയാനുള്ള തെറ്റ് ഞാൻ ആദിയോട് ചെയ്തിട്ടുണ്ടോ? നീലിമ മനസ്സിൽ ചോദിച്ചു. അഞ്ജലി പറഞ്ഞിട്ടാവും ആദ്യം ഇതെല്ലാം ചെയ്യുന്നത്. സ്വന്തം കുടുംബം തന്നെ ഒരു വിലങ്ങ് തടി പോലെ മുന്നിൽ നിൽക്കുന്നത് ഓർത്തപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ പെട്ടെന്നാണ് ലാപ്ടോപ്പ് സ്ക്രീനിൽ ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ വന്നത്. അവൾ ഉടനെ കണ്ണു തുടച്ച് മെയിൽ തുറന്നു. സ്റ്റാർഡം മീഡിയ എന്റർടൈൻമെന്റിൽ നിന്നും വന്ന മെയിലായിരുന്നു അത്. അവർ അവളെ ഇന്റർവ്യൂവിനായി ക്ഷണിച്ചിരിക്കുന്നു. നീലിമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ ആ സന്തോഷം നീണ്ടു നിന്നില്ല. ആ കമ്പനി കുറച്ച് പ്രതിസന്ധികൾ നേരിടുന്നു എന്ന് കൂടി ആ മെയിലിന്റെ അവസാനം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഇന്റർവ്യൂവിന് പോകാൻ തന്നെ നീലിമ തീരുമാനിച്ചു. അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. അച്ഛനും കൂട്ടരും വല്ല പാരയും വെച്ചാൽ ആ ജോലി നഷ്ടമാകുമെന്ന് അവൾക്കറിയാം. അപ്പോൾ അശ്വിൻ അവിടേക്ക് വന്നു. അവൻ ഉണർന്നത് നീലിമ അറിഞ്ഞിരുന്നില്ല. മോനെപ്പോ ഉറങ്ങില്ലായിരുന്നു? നീലിമ അവന്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. ഉറക്കം പോയതാ, ഇടയ്ക്ക് കൊതുക് കടിച്ചു. അശ്വിൻ കുഞ്ഞിക്കൈയിലെ ചുവന്ന പാട് അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നീലിമയ്ക്ക് വിഷമം തോന്നി. അശ്വിനെ അവൾ ഒരു രാജകുമാരനെ പോലെയാണ് വിദേശത്ത് നോക്കിക്കൊണ്ടിരുന്നത്. പാവം കുട്ടി, അവൻ ഇതുവരെ ഒരു കഷ്ടപ്പാടും അറിഞ്ഞിട്ടില്ല. അതുപോലുള്ള സൗകര്യങ്ങൾ അവനിവിടെ കൊടുക്കാനും പറ്റുന്നില്ലല്ലോ, നീലിമ സ്വയം പറഞ്ഞു. അശ്വിൻ നീലിമയുടെ മുഖം ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, സാരില്ലമ്മ, അച്ഛനും അതിരിച്ചില്ല. അശ്വിൻ അവളുടെ മനസ്സറിഞ്ഞത് പോലെയാണ് അത് പറഞ്ഞത്. അത് കേട്ട് നീലിമ കുഞ്ഞിനെ ഇറുക്കിപ്പിടിച്ചു. അമ്മയുടെ അച്ഛനുണ്ടല്ലോ, വലിയ കുട്ടിയായി. നീലിമ അവന്റെ കവിളിൽ സ്നേഹത്തോടെ കടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛന് ഇനിയും പെട്ടെന്ന് വലുതാവണം, എന്നിട്ട് ജോലിക്കൊക്കെ പോയി എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കണം. അശ്വിൻ പറഞ്ഞു. ഷെടാ, ഇവൻ വലിയ ആളെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര പക്വത കാണിച്ചിട്ടില്ല. ഇവൻ ഇനി ഇവന്റെ അച്ഛനെ പോലെ ആയിരിക്കും, നീലിമ മനസ്സിൽ ചോദിച്ചു. അവന്റെ അച്ഛനെ പറ്റി ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അതിനെക്കുറിച്ച് അവൾക്ക് കൂടുതൽ ഓർക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. അശ്വിനെ എന്നെങ്കിലും അവന്റെ അച്ഛനെ കാണിക്കാമെന്ന് വാക്ക് കൊടുത്ത കാര്യം ഓർത്തപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നി. അവന്റെ അച്ഛനെ ഒരിക്കൽ പോലും കാണാൻ ഇടവരരുതേ എന്ന് അവൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. സിദ്ധാർത്ഥ് തന്റെ ഓഫീസിന്റെ ക്യാബിനിൽ ചില ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. മിഷ ക്ലബ്സിന്റെ പലവിധ ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ത്യയിലാകെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതിന്റെയെല്ലാം മേൽനോട്ടം വഹിക്കാൻ സിദ്ധാർത്ഥിന് പലപ്പോഴും തിരക്കുകൾ കാരണം കഴിയാറില്ല. ഓരോ വെർച്വൽ ഫയലുകളും മറിച്ചു നോക്കുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ ഉടനെ കമ്പനിയിലെ ഒരു സ്റ്റാഫിനെ ക്യാബിനിലേക്ക് വിളിച്ചു. അയാൾ അകത്തേക്ക് വന്നപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു, ഇതെന്താ ഈ സ്റ്റാർഡം മീഡിയയിൽ ഇത്ര വലിയ ക്രമക്കേട് നടന്നിട്ടും എന്നെ അറിയിക്കാതിരുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് സ്റ്റാഫ് ഒന്ന് പതറി. എന്നിട്ട് പറഞ്ഞു, അത് സർ, കിരൺ സാറിനാണല്ലോ സ്റ്റാർഡത്തിന്റെ ചുമതല. സർ അറിഞ്ഞു കാണുമെന്ന് കരുതി. അങ്ങനെ തോന്നുന്നത് കരുതാനല്ല ഞാൻ നിങ്ങൾക്കൊക്കെ ശമ്പളം തന്നു വെച്ചിരിക്കുന്നത്, സിദ്ധാർത്ഥ് പറഞ്ഞു. സ്റ്റാഫ് വിരണ്ടുപോയി. കിരൺ ഇപ്പൊ ഇവിടെ എത്തണം, ഞങ്ങൾക്ക് പറഞ്ഞത് വെച്ച് പറ. ശരി സർ. സ്റ്റാഫ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥിന്റെ ബന്ധുവായിരുന്നു കിരൺ. സ്റ്റാർഡം എന്ന മീഡിയ കമ്പനി കിരൺ നന്നായി നോക്കുമെന്ന് ഉറപ്പിലാണ് അവന് അതിന്റെ MD സിദ്ധാർത്ഥ് നിയമിച്ചത്. കിരൺ പക്ഷെ അവന് തോന്നിയ പോലെയാണ് ഓരോന്നും ചെയ്തിരുന്നത്. മാത്രമല്ല വീടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടും മോശമായി പെരുമാറുന്നു എന്ന പരാതിയും സിദ്ധാർത്ഥിന് നേരത്തെ കിട്ടിയിരുന്നു. ആ കാര്യത്തിൽ കിരണിന് വാർണിംഗ് കൊടുത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കിരൺ മുറിയിലേക്ക് വന്നു. കിരൺ, എന്താ ഇതൊക്കെ? സിദ്ധാർത്ഥ് ലാപ്ടോപ്പ് അവന് നേരെ തിരിച്ചു. എന്നിട്ട് ചോദിച്ചു. കിരണ് ഒന്നും പറയാൻ തോന്നിയില്ല. സിദ്ധാർത്ഥിന്റെ ദേഷ്യം അറിയാമായിരുന്നിട്ടും അവൻ ലോകം തുടർന്നു. ഞാൻ നിന്നോടാ ചോദിച്ചത്. സ്റ്റാർഡം നിന്നെ ഏൽപ്പിച്ചത് നീ ഉത്തരവാദിത്തമുള്ളവനാണെന്ന് കരുതിയ, എന്നിട്ടിപ്പോ കമ്പനി പൂട്ടാനുള്ള അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. കഷ്ടം, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധു, ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചതാണ്. പിന്നെ ഫണ്ടിന്റെ കുറച്ച് പോരായ്മ വന്നു. ചില സ്റ്റാഫുകൾ ജോലി വിട്ടുപോയി. അതൊക്കെയാണ് കമ്പനി തകരാൻ കാരണം. കിരൺ കൂസലില്ലാതെ പറഞ്ഞു. കിരൺ, ഫണ്ടിന്റെ കാര്യമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ആ കമ്പനിക്ക് മാസം ഫണ്ട് അയച്ചു തരുന്നതിന്റെ രേഖകൾ ഈ ഇതിലുണ്ട്. നീ അതിന് കണക്ക് പറഞ്ഞേ പറ്റൂ. പിന്നെ സ്റ്റാഫുകൾ പോയത് ഫണ്ടിന്റെ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ പറയണ്ടല്ലോ,
സിദ്ധാർത്ഥ് രൂക്ഷമായി കിരണിനെ നോക്കി ചോദിച്ചു. അവന്റെ ചോദ്യത്തിൽ കിരൺ ചൂളിപ്പോയി. സിദ്ധു, ഞാൻ... കിരൺ എന്തോ പറയാൻ ശ്രമിച്ചു. മതി, ഇനി നിന്നെ അതിന്റെ പരിസരത്ത് കണ്ടുപോകരുത്. ഗെറ്റ് ലോസ്റ്റ്. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു. സിദ്ധു പ്ലീസ്, ഇനി ഇവരൊന്നും ഉണ്ടാവില്ല. ഉറപ്പാണ്, എനിക്കൊരു ചാൻസ് കൂടെ തരണം. കിരൺ പറഞ്ഞു. കിരൺ അവിടെ വളരെ അടുത്ത ബന്ധുവായതുകൊണ്ട് അവന്റെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സിദ്ധാർത്ഥിന് തോന്നി. തൽക്കാലം അവനെ അവിടെ തുടരാൻ തന്നെ സമ്മതിച്ചുകൊണ്ടു. സിദ്ധാർത്ഥ് പറഞ്ഞു. ശരി, വെറും 2 മാസം നിനക്ക് സമയം തരാം. അപ്പോഴേക്കും കമ്പനിയെ പഴയ നിലയിൽ എത്തിക്കണം. അത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടു കിരണ് ദേഷ്യം വന്നുവെങ്കിലും സിദ്ധാർത്ഥിനെ കൂടുതൽ വെറുപ്പിക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൻ ചിന്തിച്ചു. ശരി. കിരൺ അത്രമാത്രം പറഞ്ഞിട്ട് കേരളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കിരൺ ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് സ്റ്റാഫിനെ വീണ്ടും അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവന്റെ പേരിൽ കണ്ടുവരണം. കമ്പനിയുടെ ഇനിയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നിയമനവും എല്ലാം ഞാൻ അറിഞ്ഞിരിക്കണം. അത് തന്റെ ഡ്യൂട്ടിയാ. ക്ലിയർ? യെസ് സർ. പിന്നെ സ്റ്റാർഡ് മീഡിയയിൽ പുതിയ ജോലിക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടാക്കാൻ ഡിസൈനോട് പറയണം. ഉടനെ വേണം സർ. ഓൾറെഡി നമ്മളൊരു പരസ്യം ഇട്ടിരുന്നു, അതുവഴി കുറച്ചുപേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്റ്റാഫ് പറഞ്ഞു. ഗുഡ്. എന്തായാലും ഒരു പോസ്റ്റർ കൂടി ഇട്ടേക്ക്. ഇന്ന് തന്നെ കുറച്ചു പേരെ പിരിച്ചുവിടാനുണ്ട്. മര്യാദക്കില്ലാത്ത ഒരുത്തനെ ഇനി അവിടെ പൊറപ്പിക്കില്ല. സിദ്ധാർത്ഥ് പറഞ്ഞു. ഓക്കെ സർ. സർ, ഇന്നൊരു കുട്ടി അപ്ലൈ ചെയ്തിരുന്നു. ഓസ്ട്രേലിയയിൽ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സ്റ്റാഫ് പറഞ്ഞു. ഓസ്ട്രേലിയ എന്ന് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പെട്ടെന്ന് നീലിമയെ ഓർത്തു. സർ, ഇത് ആ കുട്ടിയുടെ CV ആണോ? ഒരു നീലിമ. സ്റ്റാഫ് ലാപ്ടോപ്പിൽ CV ഫയൽ അയാൾക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് CVയുടെ ഫോട്ടോയിലേക്കാണ് ആദ്യം ശ്രദ്ധിച്ചത്. ഇവളൊപ്പം തിരിച്ചു പോയില്ലേ? ഇതിനകം പോകേണ്ടതായിരുന്നല്ലോ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണുമോ? സിദ്ധാർത്ഥ് നെറ്റി ചോദിച്ചു.